അധ്യക്ഷ ഭാഷണം നടത്തിയ ബ്രഹ്മശ്രീ സതീശൻ വൈദ്യരെ ഉദ്ഘാടനം നടത്തിയ മഹോപാധ്യായ ശ്രീ ജി ഗംഗാധരൻ നായർ, ശ്രീമതി ശാരദാനന്ദജി, സംസ്ഥാന സ്വാമികൾ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ശരിയായ ആധ്യാത്മികതയുടെ അന്തസ്സത്ത അകന്ന് പോയിക്കൊണ്ടിരിക്കുകയും പല വിധത്തിലുള്ള അഴുക്കുകളും യുവ തലമുറയെ ഗ്രസിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സംഘാടകരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുക. ഞാൻ ശ്രീ ശാരദാനന്ദ സ്വാമികളോട് പറയുകയായിരുന്നു, ഭഗവത്ഗീതയെ സാമാന്യ ജനങ്ങളിൽ എത്തിക്കുന്നതിന് കേരളത്തിന് ഭാഗ്യം ലഭിച്ചത് ചിന്മയാനന്ദ സ്വാമികളിലൂടെയാണ്. സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ സാംസ്കാരിക മടിത്തട്ടിലേക്ക് ചിന്മയാനന്ദ സ്വാമികൾ കൊണ്ടുവരാൻ കഴിയും. സ്വാമിജിയോട് പറഞ്ഞത്, സ്വാമി സംസാരിക്കുമ്പോൾ ഭഗവത്ഗീതയുടെ അന്തസത്ത കേന്ദ്രമായി നിൽക്കുന്ന ഭഗവാനെയും ഭഗവാന്റെ ദർശന സംഗ്രഹം എന്ന നിലയിലുള്ള വേദാന്തത്തെയും അല്പം മാറ്റി നിർത്തി സാമൂഹിക ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ സ്വാമിയോട് പറയുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പുണ്യാത്മാവാണ് ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ. അടുത്ത കാലത്തായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ടൊക്കെ ചില പത്രമാധ്യമങ്ങളിലേക്ക് ശക്തമായിട്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചില പുസ്തകങ്ങളുടെ വായനയും അതോടൊപ്പം ശാങ്കര ഭാഷ്യത്തിൻ്റെ ഒരു പുനർവായനയും പഠനവും ഒക്കെ ഇപ്പോൾ കൂടുതൽ സമയമുള്ളതുകൊണ്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രധാന വിഷയം, ഹൈന്ദവ സമൂഹത്തിൽ ക്ഷേത്രങ്ങൾ അതിൻ്റെ ആചാരപരതയിൽ മാത്രം, അതിൻ്റെ ആചാരങ്ങളിൽ മാത്രം, അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്തന്മാരെ അതിൽ തളച്ചിടുകയും ചെയ്തു എന്നുള്ളൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തുറന്നു പറയാതിരിക്കാനാവില്ല. ക്ഷേത്രങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തത്തെ പൂർണ്ണമായിട്ടും നിർവഹിക്കുകയാണ് എങ്കിൽ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിത വ്യഥകൾക്കൊരു പരിഹാരവും ആശ്വാസം എന്നത് മാത്രമല്ല, ആധുനിക ലോകം നേരിടുന്ന മതഭീകരതയെ കണ്ണു തുറന്ന് കണ്ട് അതിനപ്പുറത്തേക്ക് നടന്നു പോകാനുള്ള അജയ്യമായ ശക്തി നമുക്ക് ഉണർത്തിയെടുക്കാനും സാധിക്കും. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന 2-ാം അധ്യായത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. സ്വാമി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണോ എന്ന് വിചാരിക്കേണ്ട, ശക്തമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അത് ഇന്നത്തെ തലമുറ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എങ്കിൽ അധികം വൈകാതെ അതിൻ്റെ ദുരന്തം
നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൽ സംശയമില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. അത്രയ്ക്ക് സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് സനാതനധർമ്മം ഇന്ന് മുന്നോട്ട് പോകുന്നത്. സനാതനധർമ്മത്തിൻ്റെ കേന്ദ്ര ആശയത്തെ എവിടെ കണ്ടാലും എതിർക്കുക എന്നുള്ള പ്രത്യയശാസ്ത്ര പുഴുക്കളുടെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഭഗവത്ഗീതയുടെ ഒരു സാമൂഹിക ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ശ്രീമദ് ആചാര്യസ്വാമികൾ ആത്മാന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ യുക്തിയെ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ, യുക്തിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ, പൂർവ പരപക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, ചോദ്യകർത്താവിനെയും ഉത്തര പറയുന്ന ആളെയും രണ്ട് വശത്തും നിർത്തിക്കൊണ്ട് തന്നെ ഒരാളെ ആത്മാന്വേഷണത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നടത്താൻ കൊണ്ടെത്തിക്കാൻ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു സന്ദർഭം ഓർത്തുകയാണ്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ പരിഭാഷ ശ്രീനാരായണ ഗുരു നടത്തിയ സമയത്ത് സഹോദരൻ അയ്യപ്പൻ ഗുരുവിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ആശിക്കരുത് ആരുടെയും ധനം എന്ന് ഗുരു പറയുന്നുണ്ടല്ലോ, ഈശാവാസ്യം ഇതം സർവം എന്ന് തുടങ്ങുന്ന ആ ഒന്നാമത്തെ പദ്യത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്കമുക്തനായി നീ ആശിക്കരുതാരുടെയും ധനം. അപ്പോൾ ഒരു സാമൂഹിക പൊതുനന്മയ്ക്ക് വേണ്ടി ധനം ആശിക്കാതിരുന്നാൽ എന്ത് ചെയ്യുമെന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരു പെട്ടെന്ന് സഹോദരയപ്പനോട് പറയുകയാണ്, അടുത്ത വാക്യം ശ്രദ്ധിച്ചില്ലേ, കസ്യസി ധനം, ധനം ആരുടേതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ധനം ആരുടേതാണ്? ഉള്ളവനുണ്ട്, ധനമുള്ളവനുണ്ട്, ധനമില്ലാത്തവനുണ്ട്. ഈ രണ്ട് കൂട്ടരെയും ഭഗവത്ഗീത ഒന്നായിട്ടാണ് സമീപിക്കുന്നത്. അത് ഏത് സൈക്കോളജിയാണ്, ഏത് രീതിശാസ്ത്രമാണ്, മെത്തഡോളജി എന്ന് പറയും, രീതിശാസ്ത്രം. ഏത് രീതിശാസ്ത്രത്തിലൂടെ ഇതിനെ രണ്ടിനെയും ഭഗവാൻ സമന്വയിപ്പിക്കുന്നത്? ഇതിൻ്റെ ഒരു സന്ദർഭം മഹാഭാരതത്തിലുടനീളം കാണാൻ കഴിയും. കൗരവരുടെ പക്ഷത്ത് ചേരാതെ പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും മരിക്കുന്നുണ്ട്. എന്താ നേടിയത്? അവസാനം ധർമ്മം ജയിച്ചു എന്ന് പറയുമ്പോൾ അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവ് ഉൾപ്പെടെ ആ കുലം ഉൾപ്പെടെ നശിച്ചു പോകുന്ന, തമ്മിത്തല്ലി മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴും അവിടുത്തെ രീതിശാസ്ത്രം എന്താണ്? എന്തിനെയാണ് അതിനെ സമന്വയിപ്പിച്ച് നിർത്തിയത്? ഒരുത്തൻ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നില്ല ധനം. ഇല്ലാത്തവന്റെ ദാരിദ്ര്യത്തോട് നമുക്ക് സഹതാപം തോന്നുമ്പോഴും ഒരു ഭഗവാന് ശ്രീകൃഷ്ണ പരമാത്മാവ് 2-ാം അധ്യായത്തിലൂടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകത്തെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഉള്ളവൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നവൻ കൊടുക്കാതിരിക്കുന്നവന്റെ കൊടുക്കാതിരിക്കുന്നു, പിടിച്ചു വെക്കുന്നു എന്നുള്ള ദരിദ്രമായ മനസ്സിനോടുള്ളൊരു സഹതാപം. ഇത് രണ്ടും ഒരു പുണ്യാത്മാവിൽ അല്ലെങ്കിൽ ഒരു സത്യദർശിക്ക് ഒന്നായിട്ടേ കാണാൻ കഴിയുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് സാമൂഹ്യ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹ മനസ്സിനെ കാണാനും നമുക്ക് കഴിയണം. ഇന്ന് ഏറ്റവും അധികം ദുരന്തത്തിന് ഇരയാകുന്നത് ഹൈന്ദവ സമൂഹത്തിലെ കുട്ടികളാണ്. കാലത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ കാലിടറി വഴിയിൽ വീണു പോകുന്നത് ഹൈന്ദവ സമൂഹത്തിലെ കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ മദ്യപാനികളായി വരുന്നത്, ഏറ്റവും കൂടുതൽ സാമൂഹ്യ വ്യഥ അനുഭവിക്കുന്നവർ, ഏറ്റവും കൂടുതൽ ആധ്യാത്മികതയിൽ ചൂഷണത്തിന് വിധേയരാകുന്നവരൊക്കെ ഹൈന്ദവ സമൂഹമാണ്. ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുണ്ട് അത്തരം ഒരു ദാരിദ്ര്യം. ഈ അടുത്ത കാലം വരെ എൻ്റെ വായനയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ചാതുർവർണ്ണയത്തിന്റെ ജാതി വ്യവസ്ഥയെ ഉറപ്പിച്ചു നിർത്തുന്ന ബ്രാഹ്മണ സമൂഹത്തിന്റെ ഒരു ധിക്കാരത്തെക്കുറിച്ച് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകം, ആനന്ദ കുമാരസ്വാമിയുടെ ശിവതാണ്ഡവം എന്നൊരു പുസ്തകം ഞാൻ വായിക്കേണ്ടത്. അതിനകത്ത് ബ്രാഹ്മണ സമൂഹം ഇന്ത്യൻ സംസ്കൃതിക്ക് നൽകിയ സംഭാവനയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഈ വർണ്ണ വ്യവസ്ഥയ്ക്ക് വിഘാതമാകുന്ന രീതിയിൽ അതിനെ കണ്ടിട്ടുള്ള ജാതി കോമരങ്ങളുടെ അപ്പുറത്ത് ഓരോ സമൂഹത്തിൻ്റെയും
ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് വിശദമായ ആഴത്തിന് മനസ്സിലാക്കുമ്പോൾ വൈവിധ്യമേറിയ ഈ ജാതി സമൂഹത്തിനകത്ത് ഓരോ സമൂഹത്തെയും കൃത്യമായിട്ട് വിലയിരുത്തി അവരുടെ സംഭാവനകളെ ചേർത്ത് നിർത്തി അത് വ്യക്തി ജീവിതത്തിൻ്റെ ശോഭനമായ പ്രകാശത്തിലൂടെ സാമൂഹ്യ നന്മയായി മാറ്റുവാൻ ഈ ഉള്ള ഒരു 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 ദൃഷ്ടി ഒരു വീക്ഷണം ശാങ്കര ഭാഷ്യത്തിനകത്തുണ്ട്. അതുകൂടെ നമുക്ക് വെളിയിൽ കൊണ്ടുവരേണ്ടത്. ആധ്യാത്മികതയെ മാത്രമല്ല അവിടെ പ്രകാശിപ്പിക്കുന്നത്. ഭഗവത്ഗീതയുടെ ഒരു വലിയ സൗന്ദര്യം അതാണ്. ഭഗവത്ഗീതയിലെ ഉപദേശാനന്തരം ഭഗവാൻ അർജുനന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ കൊടുക്കേണ്ടതാണ്. ഈ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യമില്ലായ്മയാൽ ആത്മഹത്യ ചെയ്യുകയും നശിച്ചു പോവുകയും ജീവിതം അവസാനിപ്പിക്കുകയും കുടുംബം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അനവധി വിദ്യാർത്ഥികൾ ഈ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒളിച്ചോടുന്ന, അല്ലെങ്കിൽ അനാരോഗ്യകരമായ ദാമ്പത്യ ബന്ധത്തിലും കുട്ടിയായിരിക്കുമ്പോൾ ഇന്ദ്രിയ ശുദ്ധി ഇല്ലായ്മയൊക്കെ സംഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആത്മബലം ഉണ്ടാവാൻ ഇന്നത്തെ സാമൂഹ്യ സംവിധാനത്തിനകത്ത് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസം, ഒരുപക്ഷെ അധ്യാപകന്റെ അടിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് സഹവിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു. നമ്മളൊക്കെ എന്ത് ചെയ്തു? നമ്മളെല്ലാം വായിച്ചു അല്ലേ? പക്ഷെ ആ കൊന്നു ആ മരിച്ചുപോയ അമ്മ, ആ കുട്ടിയുടെ അമ്മ അച്ഛനന്മാരുടെ വ്യഥയെ നമുക്കെങ്ങനെ നിങ്ങളിൽ ഒരാൾ ആയിരുന്നെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്ക്. അത് എവിടെയാണ് നടന്നത്? കലാലയത്തിൽ. ആര് ഭരിക്കുന്ന സമയത്താണ് നടന്നിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആലോചിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ആലോചിക്കണം. നമ്മുടെ ഇത്തരം അഴിഞ്ഞ വ്യവസ്ഥയില്ലായ്മയ്ക്കെതിരെ പോരാടണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ഇത്തരം സംസ്കൃതി കൊണ്ട് സമ്പന്നമായ ആശയങ്ങളെ കുട്ടിയായിരിക്കുമ്പോൾ പോലും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്നുള്ളത് കുറെ കാലഘട്ടങ്ങളിൽ മറന്നുപോയതുകൊണ്ടാണ് ക്ഷേത്രം ആചാരങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതിനകത്ത് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരം വേദികൾ, ഇത്തരം സന്ദർഭങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് ഇതിന്റെ പ്രകാശത്തെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, ഇവിടെ ആദരണീയനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, അതുപോലെ തന്നെ ഉദ്ഘാടകനൊക്കെ സൂചിപ്പിച്ചൊരു പ്രധാന കാര്യമുണ്ട്. ഈ ഗർഭത്തിൽ വെച്ച് സഹസ്രനാമം കേൾക്കാൻ കുട്ടികൾ, ഈ സംസ്കാരം എന്ന് പറയുന്നത്, ഒരമ്മ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അമ്മയുടെ മുഖത്തെ ചലനങ്ങൾ അതേപടി അനുകരിക്കുന്ന കുഞ്ഞ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരു തിരുവാതിരക്കളിയിൽ ഒരു കൊച്ചുകുട്ടി അവന്റെ അമ്മയോടൊപ്പം അതേപോലെ അനുകരിക്കുന്നത്. അപ്പൊ മക്കളുടെ അനുകരണത്തിൽ, ആരോഗ്യകരമായ അനുകരണത്തിന് വേണ്ട ഇത്തരം ആശയങ്ങളെ, ഭഗവത്ഗീത മുതലായ ആശയങ്ങളെ, അതാണ് ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മുതൽ നമ്മൾ അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ തേജസ്വിയായ ഉത്തമനായ ഒരു പൗരനെ ഒരു അമ്മയ്ക്ക് പ്രസവിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയല്ല, ഒരു വിദ്യാർത്ഥിയല്ല, ഒരു മകനെയല്ല. ദേശീയ ബോധമുള്ള ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച്, അതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നല്ല പൗരനായിരിക്കണമെന്നാണ്. ഒരു വിദ്യാർത്ഥിയും വിദ്യാഭ്യാസമുള്ളതല്ല, ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ ഒരു നല്ല പൗരൻ കൂടിയാണ്. അങ്ങനെ സാമൂഹിക ഉത്തരവാദിത്തമുള്ള രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്യാൻ കരുത്താകുന്ന ഒരു മകനെ പ്രസവിച്ച് വളർത്തി കൊണ്ടുവരാൻ ഒരു അമ്മയ്ക്ക് സാധിക്കണമെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി അധ്യാത്മ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പൊ ഭഗവാൻ അവിടെ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം കൊടുക്കുന്നുണ്ട് അർജുനോട്. യഥേച്ഛസി തഥാഗുരു, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ നീ ജീവിക്കൂ. വിമർശിക്കുന്നത് അശേഷേണ. അതിന് മുമ്പ് ചോദിക്കാൻ അടുത്ത തൊട്ട് മുന്നിലത്തെ വാചകമാണ്. നീ അതിനെ വിമർശന ബുദ്ധിയോടുകൂടി കേട്ടുവോ? ചോദിക്കുക, കേട്ടുവോ കുഞ്ഞെ? ഞാൻ പറഞ്ഞത് മുഴുവൻ നീ വിമർശന ബുദ്ധിയോടുകൂടി കേട്ടിട്ട്. വിഴുങ്ങാനല്ല പറഞ്ഞത്, നിധിധ്യാസനമെന്ന ധ്യാനത്തിലൂടെ നീ അതിനെ സംഗ്രഹിച്ച് അകത്തിട്ട് സത്യാസത്യങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷം യഥേച്ഛസി തഥാഗുരു, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ, അങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് നിശ്ചിന്തരായിട്ട് കുടുംബകാര്യം നോക്കാൻ ഒരു അമ്മയ്ക്കും അച്ഛനും പറ്റാത്ത
അവരെപ്പ തിരിച്ചിവർ എന്ത് പറ്റി എന്നുള്ള ആദ്യോട് ജീവിക്കേണ്ട ഒരു കലുഷിതമായ ഒരു ദരിദ്രമായ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവിടെ നമ്മുടെ ഉറപ്പ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകവും പുറവും ഒന്നായിരിക്കുന്ന ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഹൃദയം സ്വയം പ്രകാശിക്കാൻ പറ്റുന്ന രീതിയിൽ ഭഗവത്ഗീതയുടെ ഉത്തമമായ അല്ലെങ്കിൽ നമ്മുടെ അധ്യാത്മ ആശയങ്ങളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇവിടെ ഉദ്ഘാടനം അത് സൂചിപ്പിക്കണ്ടായി. ഹൃദയ ദൗർബല്യം ക്ഷുദ്രം തെക്വ, എന്നിട്ട് ഉത്തിഷ്ഠ, നീ എഴുന്നേക്കാൻ പറയണം. നിന്റെ ദരിദ്രമായ ഹൃദയ ദൗർബല്യം തോറ്റുപോയി, അതൊരു ദൗർബല്യമാണ്. വിജയൻ സാർ IPS നേടി. വിജയൻ സാറ് 10ാം ക്ലാസ്സിൽ തോറ്റതാണ്. അദ്ദേഹം പിന്നെ IPS എഴുതിയെടുത്തു. തോറ്റത് നിരാശയ്ക്ക് കാരണമാകുകയാണ്. അച്ഛനും അമ്മയും അച്ഛനും മക്കളും ഒക്കെ ഇരുന്ന് കുടിക്കുന്നു, ഒരുമിച്ച് കുടിക്കുന്നു. എത്ര ദുരന്തപൂർണമായ ഒരു എങ്ങനെ സംഭവിച്ചു നമ്മുടെ കുടുംബത്തിൽ? ഇതൊക്കെ ആധ്യാത്മികതയുടെ നഷ്ടം തന്നെയാണ്. അവിടെയാണ് സാമൂഹിക ജീവിതത്തിനകത്ത് ഭഗവത്ഗീതയുടെ കാലികമായ പ്രസക്തിയെ വിചാരം ചെയ്യുന്ന ഒരു സദസ്സ് കൂടെ ഈ സത്രങ്ങളിൽ നമ്മൾ ബോധപൂർവം കൊണ്ടുവന്നുകൊണ്ട് അത്തരം ഒരു വിചാരക്ഷമത വളർത്തിയെടുക്കുക. ഭക്തിയോടൊപ്പം അതുകൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ദൗർബല്യങ്ങളെ നിന്ന് നമുക്ക് പുറത്തു കിടക്കുവാനും ലക്ഷ്യത്തിലെത്തിച്ചേരാനും സാധിക്കുള്ളൂ. സമൂഹം അത്രത്തോളം അപകടകരമായ മതവാദത്തിൽ അധിഷ്ഠിതമാകുകയും അത് രാഷ്ട്രീയപരമായിട്ട് നേട്ടം കൊയ്യുന്നതിന് വേണ്ടി അവരത് ഉപയോഗിക്കുകയും അതിൽ ബലിയാടാകുകയും ചെയ്യുന്ന സനാതന ധർമ്മവിശ്വാസികൾ അവരുടെ ധർമ്മശാസ്ത്രത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഞാൻ സനാതന ധർമ്മത്തിന്റെ അഭിമാന ആയിട്ടുള്ള വിദ്യാർത്ഥി പുരുഷൻ തന്നെയാണ്, മക്കൾ തന്നെയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ സാഗര സമാനമായ നമ്മുടെ ഈ അധ്യാത്മശാസ്ത്രത്തിൽ അനവധി രത്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കൊളുത്തി വെക്കാനുള്ള ഒരു സംരംഭത്തിന് ആരംഭം കുറിച്ച ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെയും ഇവിടുത്തെ സജ്ജനങ്ങളെയും ഒക്കെ അതിൽ ഭാഗവാക്കായിരിക്കുന്ന നിങ്ങളെയൊക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നമ്മുടെ ഉള്ളിലുള്ള ആ അന്തസത്ത പരമ്പൊരുൾ നമുക്ക് കൂടുതൽ കരുത്തും പ്രചോദനവും ഒക്കെ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം.